ഹായ്, സുഖല്ലേ? എനിക്കും അതായിട്ടുള്ളൂ. വിഷു ഒക്കെ അല്ലേ വരുന്നത്. നമുക്കൊരു പാലക്കാടൻ സ്പെഷ്യൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കാം. കൂടെ ചുട്ടരച്ചൊരു മാങ്ങാ ചമ്മന്തി. അപ്പോൾ പാലക്കാട് വിഷുക്കഞ്ഞിൽ ഒരു പ്രത്യേക സാധനം ഇടണം കേട്ടോളൂ. എന്താണെന്ന് നോക്കാം, വരും. അപ്പോൾ നിങ്ങളെങ്ങനെ വിഷുക്കഞ്ഞി ഉണ്ടാക്കാറെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോളൂ. അപ്പോൾ ഒരു ഗ്ലാസ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. മട്ടേരി എടുത്തോളൂ, അതല്ലെങ്കിൽ പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടുള്ളൂ. പിന്നെ ഒരിത്തിരി തേങ്ങ ചിരവിയത്, ഒരു കപ്പ് ചെറുപയർ, പിന്നെ കുറച്ച് വെള്ളപ്പയർ, ഉണക്കപ്പയർ, പിന്നെ വേണ്ടത് സ്പെഷ്യൽ ഇത് പുളിയവരയാണ് കേട്ടുള്ളൂ. പുളിയവര പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ, എല്ലാവർക്കും അറിയുണ്ടാവും എനിക്കറിയില്ല. പാലക്കാട് വിഷുക്കഞ്ഞിൽ സ്പെഷ്യലായിട്ട് ഈ പുളിയവര ഇടും. അപ്പോൾ എനിക്കിവിടെ അത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അവര കിട്ടണ സമയത്ത് അതിൻ്റെ കുരു എടുത്ത് ഉണക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി ഉണ്ടാക്കിയ പുളിയവരയാണ് കേട്ടോ. തമിഴിൽ മൊച്ചക്കൊട്ട എന്ന് അതിൻ്റെ പേര്. പിന്നെ ഹിന്ദിയിലാണെങ്കിൽ പോപ്പട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മറാഠിയിൽ ബട്ടർ ബീൻസ് എന്ന് ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര്. അപ്പം ഇത് നമ്മുടെ അവരക്കയുടെ വിത്താണ്, കുരുവാണത് ശരിക്കും. ഒരു ബീൻസിൻ്റെ കുരുവാണ് ശരിക്കും ഇത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിലിരിക്കും, ഉണക്കപ്പയർ പോലെ തന്നെ. അപ്പം ഞാൻ ആ ഉണക്കപ്പയറും നമ്മുടെ പുളിയവരയും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറുപയറും കൂടി നന്നായിട്ട് വറുത്തെടുക്കാം. എല്ലാം നല്ല ബ്രൗൺ ആയിട്ട് മണം വരുന്ന പോലെ വറുത്തെടുക്കണം. ഈ പുളിയവര കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ബ്രൗൺ കളറാട്ടോ ഉണ്ടാവുക. ഇത് വീട്ടിൽ തന്നെ ഞാൻ ഉണക്കിയെടുത്ത കാരണമാണ് ഒരു ചെറിയ ഗ്രീൻ കളർ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പരത്തിയിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇതുപോലെ ഒരു കല്ലിലിട്ടിട്ട് അമ്മിക്കല്ലിലോട്ടിട്ട് ഒന്ന് തരങ്ങണം കേട്ടോ. തരങ്ങെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടുമായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിയരുത്, ഇങ്ങനെ ഒന്നും രണ്ടുമായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുമാതിരി ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തരിവിരാന്ന് പൊടിഞ്ഞ് കിട്ടണം നമ്മളുടെ പയർ പുളിയവരയും കേട്ടോ. അപ്പോൾ നമുക്കതിനൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ പാലക്കാട് സൈഡിൽ വിഷുവിന് കാലത്താണ് നമ്മൾ ഈ വിഷുക്കഞ്ഞി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആരോഗ്യത്തോടെ കൂടെ തന്നെ പുതിയൊരു വർഷം തുടങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കണം പഴയ കാലത്ത്. പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ വിഷു. അപ്പോൾ നമ്മൾ ഈ കണിക്ക് വയ്ക്കണ ധാന്യങ്ങളൊക്കെ തന്നെ ഇതുപോലെ നമ്മൾ ധാന്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ കണിക്ക്. അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വിഷുക്കഞ്ഞി ഉണ്ടാക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണവർ പറഞ്ഞു തരണം കേട്ടോ കമൻറ്റിൽ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബൗൾ അരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തോട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് 4-5 പ്രാവശ്യം കഴുകി എടുക്കണം. അപ്പോൾ ആ തോലൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ 4-5 പ്രാവശ്യം കഴുകി, എന്നിട്ട് നോക്കൂ അതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്, ഉരുളിയിലൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഗ്യാസിന് ക്ഷാമമുള്ളത് കാരണം ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല. ഞാൻ നേരെ അത് കുക്കറിലിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇത് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മാങ്ങുണ്ട്, നമുക്കൊരു ചമ്മന്തി പെട്ടെന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 4-5 വറമുളക് ഞാൻ ഇതുപോലെ ഒരു കമ്പിയിൽ കോർത്തു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാട്ടുള്ളൂ ഗ്യാസിൽ. നല്ല രസമുണ്ട് കാണാനല്ലേ കളറ്. ഇനി ഇതിനെ നന്നായി ചുട്ടെടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മാങ്ങ അങ്ങനെ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ 2-3 ചെറിയ ഉള്ളി, 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്ന വറമുളക്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഇത് മൂക്കാത്ത മാങ്ങയാണ്, അധികം പുളിയൊന്നുമില്ല. എനിക്ക് ഞങ്ങളുടെ അടുത്ത് വീട്ടിൽ നിന്ന് തന്നതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് കഞ്ഞിയുടെ കൂടെ ചമ്മന്തി അരയ്ക്കാമെന്ന്. ഇനി നമുക്ക് നന്നായി അരച്ച് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഈ ചമ്മന്തി കാണുമ്പോൾ തന്നെ നല്ല രസം. ആ ചമ്മന്തി നമുക്കൊരു ചെറിയ പാത്രത്തേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, കഴിക്കാറാകുമ്പോൾ ഒഴിക്കും. ഇപ്പം നമ്മളുടെ അരിയും പയറും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത്. ഇപ്പം ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടല്ല വേവിച്ച്, കുക്കർ മൊത്തം ചീറ്റി വൃത്തികേടാവുന്നു കൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് നന്നായി വെന്തിട്ടുണ്ട്, നല്ല മണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല മണം കുക്കർ തുറക്കുമ്പോൾ. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിൽ തിളപ്പിക്കണം. ഇത് കുറച്ചുകൂടി നമുക്ക് പണി ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നമുക്കതിനൊരു പാത്രത്തേക്ക് മാറ്റാം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ കുക്കറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആ വേവിച്ച വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും കഞ്ഞി ഇത്തിരി നല്ല വെള്ളം ലൂസായിട്ട് വേണ്ടവർ നല്ലോണം വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇത്തിരി തിക്കായിട്ടാണ് നമ്മുടെ അവിടെ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടു കേട്ടോ. കുറച്ച് സാധനം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്താറുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടില്ല, പയറ് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. ഇത്രയും വെള്ളം എനിക്കിപ്പോൾ മതി. പിന്നെ ഞാൻ എന്താ
മെയിൻ ഇതിലേക്ക് ചേർത്തേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടുള്ളൂ. പണ്ടാണെങ്കിൽ 3ാമത്തെ തേങ്ങാപ്പാലിലൊക്കെ അരി വേവിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഇപ്പോൾ ഗ്യാസിന് നല്ല ക്ഷാമമാണ്. അപ്പോൾ അത്ര നേരം നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഇങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു തേങ്ങാപ്പാൽ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, 2-3 പാലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ബൗൾ തേങ്ങാപ്പാലും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഒരു പിടി നല്ലോണം തേങ്ങ ചരുവിയത് ഇട്ട് കൊടുക്കണം കേട്ടുള്ളൂ. അതും ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ചപ്പോൾ ഞാനത് ഇറക്കി വെച്ചു കേട്ടോ അടുപ്പത്തുനിന്ന്. ഇപ്പോൾ ഇത് നമ്മളുടെ വിഷുക്കഞ്ഞി, പാലക്കാടൻ സ്പെഷ്യൽ പുളിയവരയിട്ട വിഷുക്കഞ്ഞി റെഡി മണി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ, കഴിക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. കൂട്ടത്തിൽ നല്ല എരിവുള്ള പുളിയുള്ള മാങ്ങ ചുട്ട ചമ്മന്തി. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വിഷുവിന് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടുള്ളൂ. നല്ല പപ്പടവും ചമ്മന്തിയും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മാമ്പഴ കൂട്ടാനൊക്കെ ഒഴിച്ച് ഒന്ന് കഴിച്ചു നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.